ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയുടെ കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ? അതായത് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പം നമുക്കതൊന്ന് ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ചെറുതാക്കി എഴുതുക. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റമെന്ന് പറയുന്നത്. ഈ ആറ്റം എന്ന പദം അതിന് കാരണമായിട്ടുള്ള ഒരു ഗ്രീക്ക് പദത്തിന് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായിട്ടുള്ള വാക്ക് ഏതാണെന്നറിയാവോ? ആറ്റമോസ് ആണ്. ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാമോ? വിഭജിക്കാൻ കഴിയാത്തത്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായിട്ടുള്ള വാക്കാണ് ആറ്റമോസ്. ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ഇനി ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ഇനി ആറ്റത്തിന് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ഇല്ല, ആറ്റത്തിന് ചാർജ് ഇല്ല. നോട്ട് ചെയ്യുക. ഇനി ഒരാറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ് ചാർജ് ലഭിക്കുന്നത് ചോദിച്ചാൽ അത് പ്ലാസ്മയാണ്. ഒരാറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മയാണ്. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. ഇനി ഒരാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മൗലിക കണങ്ങൾ ചോദിച്ചാൽ അതേതൊക്കെയാണ്? പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഗോൾഡ് സ്റ്റെയിൻ ആണ്. എന്താ പ്രവചിച്ചത്? 1886 അദ്ദേഹം ഏത് പരീക്ഷണങ്ങളിലൂടെയാണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ചു. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണെന്നറിയോ? പ്രോട്ടോൺ നമ്മൾ പറഞ്ഞു ഒരാറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്ന് പറഞ്ഞു. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്നറിയോ? പ്രോട്ടോൺ കണ്ടുപിടിച്ച ആള് റൂദർഫോർഡാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്നറിയാവോ? JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചതോ? ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി ഇതിൻ്റെ ഒരു കോഡാണ് PEN-RTC. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ കണ്ടുപിടിച്ചതിൻ്റെ ഇതിൻ്റെ കോഡാണ് RTC. PEN-RTC എന്നുള്ളൊരു കോഡ് ഇവിടെ ഓർത്തിരിക്കുക. പെൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്.
ഇതാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെ പഠിച്ചു? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് ഗ്രീക്ക് പദത്തിന് ആധാരമായിട്ടുള്ള വാക്കാണ് ആറ്റമോസ്. ആറ്റമോസ് എന്ന പദത്തിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡാണ്. പിന്നെ നമ്മൾ പഠിച്ചു ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവാണ് ഡെമോക്രീറ്റസ്. ഒരാറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ്സ്റ്റെയിൻ. പിന്നെ നമ്മൾ പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നിന്നിരിക്കുക. ഇനി ആ പ്രോട്ടോണ്, ഇലക്ട്രോൺ, ന്യൂട്രോണിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന് മുൻപേ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇനി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസ് ഇപ്പോൾ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഒരു ആറ്റമുണ്ട്. ആ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? ഒരാറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും കാണപ്പെടുന്നു, അതുപോലെ തന്നെ ന്യൂട്രോണും കാണപ്പെടുന്നു. ഒരാറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ന്യൂക്ലിയസിൽ ഏതൊക്കെ കാണുന്നു? പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നു. ന്യൂക്ലിയസിൻ്റെ ചാർജ് ചോദിച്ചാൽ അത് പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസിനുള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോണാണ്. ഒരാറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? 10⁵ മടങ്ങ് വലുതാണ്. ഓർത്തിരിക്കുക. ഒരാറ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ് ഒരാറ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആറ്റം മോഡലിനെ കുറിച്ച് കുറച്ച് ആറ്റം മോഡലുകളുണ്ട്. അതുകൂടെ പറഞ്ഞതിന് ശേഷം പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണിനെ കുറിച്ച് ഡിസ്കസ് കഴിയുമ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ആറ്റം മോഡൽ ഒരാറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് സാങ്കല്പിക രൂപം അവതരിപ്പിച്ച ആളാണ്. ജെ തോംസന്റെ ആറ്റം മോഡലുകൾ അറിയപ്പെടുന്ന വിവിധ പേരുകളുണ്ട്. അതാണൊന്ന് പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൻ മോഡൽ. ഇനി സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയതാണ് ആരാണ്? റൂദർഫോർഡിൻ്റെ ഏത് മാതൃകയായിരുന്നു? സൗരയൂഥ ഈ ധായം വെച്ചിട്ട് ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെയൊക്കെ ന്യൂനതകളുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയ ആളാണ് നീൽസ് ബോർ. അതൊക്കെ അവിടെ പേരിൽ നിന്ന് കിട്ടും. നീൽസ് ബോർ. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയതായിരുന്നു. ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ അവതരിപ്പിച്ച ആരാണ്? നീൽസ് ബോറാണ്. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ ആരാന്നറിയാവോ? കണാദമുനിയാണ് കേട്ടോ. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഒരു ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണമൊക്കെ ഉണ്ട്. ഒരു ആറ്റത്തിൽ കുറേ അതിസൂക്ഷ്മ കണികകളുണ്ട്. ഈ കണികളുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു യൂണിറ്റാണ് ഏത്? മോള്. ഒരാറ്റത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റുമാണ് നമുക്ക് മോൾ എന്ന് പറയാൻ സാധിക്കും. മോള് ഒരാറ്റത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റാണ് മോള്. അത് AMU എന്നാണ് ഡിനോട്ട് ചെയ്യുന്ന ആറ്റോമിക് മാസ് യൂണിറ്റ്. ഒരു AMU ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.6737 × 10⁻⁻27
kg ആണ്. ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ ആൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജെ തോംസൺ ആണ്. ഇനി നമ്മൾ നോക്കുന്ന ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 90.109 ഇൻറ്റു 10⁻³ kg ആണ് മാസ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁹ എന്താണ്? കൂളോമാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയ ആളാണ് മില്ലിക്കനാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. അദ്ദേഹം ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണം ചോദിച്ചാൽ അത് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രോൺ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഒരാറ്റത്തിലെ ഈ ഇലക്ട്രോൺ എന്ത് ചാർജുള്ള കണമാണ്? നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ലോഹങ്ങളുടെയൊക്കെ ചാലകത നിർണ്ണയിക്കുന്നു. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോൺ എന്ന് ഓർത്തിരിക്കുക. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ചത് ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ചാരാണ്? ലൂയിസ് ഡി ബോർഗ്ലിയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 ഇൻറ്റു 10⁻³ kg ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് ചോദിച്ചാൽ 1.602 ഇൻറ്റു 10⁻⁹ കൂളമാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കനാണ്. ഇലക്ട്രോൺ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നതും ഇലക്ട്രോണാണ്. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് പറഞ്ഞില്ലായിരുന്നു, ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയിയാണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതുള്ളത് പ്രോട്ടോൺ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടോണിനെ കുറിച്ചിട്ടാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി പ്രോട്ടോണിൻ്റെ മാസ് 1.6726 ഇൻറ്റു 10⁻⁻27 kg ആണ്. ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നു. ഒരു ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ പ്രോട്ടോണാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. പ്രോട്ടോൺ എന്ന് നോക്കുക. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിൻ്റെ മാസ് 1.6726 ഇൻറ്റു 10⁻⁻27 kg ആണ്. ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്ന അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റത്തിലെ ഐഡൻറ്റിറ്റി കാർഡും ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് എല്ലാം പ്രോട്ടോണാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എങ്ങനെയായിരിക്കും? അത് തുല്യമായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി ഒരാളെയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആരാ? പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും നമ്മൾ പഠിച്ചു. ഇനി ആരെയാണ് പഠിക്കേണ്ടത്? ന്യൂട്രോൺ ആണ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരായിരുന്നു? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ഇനി ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ്. ഒരാറ്റത്തിലെ ചാർജ് ഇല്ല, അപ്പോൾ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ
ഇല്ലാത്ത മൂലകം ചോദിച്ചാൽ ഏതാണ്? മൂലകം നമ്മുടെ ഹൈഡ്രജൻ ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കാണുന്നത്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പറാണ്. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കുന്നു. മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ആണ്. ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ആണ്. ഇപ്പോൾ ഇത്രയും കിട്ടില്ല. മൗലിക കണങ്ങൾക്ക് പുറമേ ആറ്റത്തിൻ്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ തുടങ്ങിയവയ്ക്ക്. ഇപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പറാണ്. മൗലിക കണങ്ങൾക്ക് പുറമേ ആറ്റത്തിൻ്റെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആറ്റം എന്താണ്, ആറ്റത്തിനെ കുറിച്ചിട്ട് പഠിച്ചു. ആറ്റത്തിലെ മൗലിക കണങ്ങൾ പഠിച്ചു. ആറ്റം മോഡലുകൾ പഠിച്ചു. ന്യൂക്ലിയസ് എന്താണ്, ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണിനെ കുറിച്ച് പഠിച്ചു. മോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.